മധ്യേ മൂലബിന്ദു കുടുങ്ങി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഒരു കിടിലൻ വീഡിയോ. അത് ഞാൻ നിങ്ങളുടെ ആദ്യമേ തന്നെ പറയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ എന്തായാലും ഫുൾ ആയിട്ടിരുന്ന് കാണണം. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അലിൻ ജോസ് പെരേറ മാത്രമേ ഉള്ളൂ ഇപ്പം അതിനകത്ത്. പുള്ളി ഇടയ്ക്ക് നേറിന്ന് താഴെ വന്നതാണ്. ഇപ്പം തന്നെ വീണ്ടും പഴയ പോലെ ഏറിനകത്ത് പോയി. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കണ്ടേക്കണം. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ തന്ന സപ്പോർട്ടൊക്കെ വെച്ച് ഭയങ്കര സപ്പോർട്ടാണ്. ഏകദേശം 10K വ്യൂസിനടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോയ്ക്കും ആ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയ അത്ര നല്ലത്. അപ്പൊ എല്ലാരും ഫുൾ ആയിട്ട് ഇരുന്ന് കാണുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. കാര്യം പറ, എന്താ പ്രശ്നം പറ. ഇത് മറ്റേ പയ്യനല്ലേ, മറ്റേ പുള്ളിക്കാരുണ്ടല്ലോ, മറ്റേ രേണു സുധി, അതിന്റെ കൂടെ അഭിനയിച്ചില്ലയോ? ഇവനും അലിൻ ജോസും കൂടി ഒന്നിച്ച് അഭിനയിക്കാൻ പോകണോ? എന്നാ അതെനിക്കൊന്ന് കാണണമല്ലോ. മനസ്സിലല്ലോ. ഓ, ഈ മീഡിയക്കാരത്ത് വർത്താനം വേണ്ടത് വർത്തമാക്കുക കേട്ടോ. പോടാ പോ പോ. കണ്ടിട്ട് പാവം തോന്നുന്നു. ആര് എവനെയോ? ഉറക്കത്തിലെങ്ങാണായിരിക്കും. ബുദ്ധി ഇല്ലാത്തവരെ പേടിപ്പിക്കുന്നോടാ നായെ. അലിൻ ജോസ് പെരേറ അതെല്ലാം കേട്ടിട്ട് അവിടെ നിങ്ങൾ പൊരിയോ? എന്നിട്ട് മുഖത്ത് ചിരിയുണ്ടോ? നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ചിരിച്ചു വേണം നമ്മൾ മുന്നേറാൻ. ഇത് ഊക്ക് കൊണ്ടിട്ട് ഇരുന്ന് ചിരിക്കുന്നു. ഓ ഓ കഷ്ടപ്പാടാ. ആരെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയതിന്റെ? അത് ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് എഴുതിയ സാധനം. പക്ഷെ ഉള്ള കാര്യമല്ലയോ പറയുന്നത്. ഇവൻ മറ്റേ വിഷ്ണുറാമല്ലേ? ഞാൻ ഇടയ്ക്ക് മറ്റേ റീൽസിനകത്ത് കണ്ടിട്ടുണ്ട്. ഇവനല്ലേ മറ്റേ മുടിയെല്ലാം കൂടെ പുറയിലോട്ട് ഫുള്ളായിട്ട് വളർത്തിയേക്കുന്നത്? അവനല്ലേ ഇത്? അറിയാം. ഇവന്റെ അടുത്തോട്ടൊക്കെ എങ്ങനെയാണ് ആ മൈക്കും പൊക്കിക്കൊണ്ടൊക്കെ നീയൊക്കെ ചെല്ലുന്നത്? ഇതാ മറ്റേ നീലക്കുയിലിന്റെ പരിപാടി. അമ്മാറയിൽ ഒരു ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും അണ്ണാക്കിലോട്ട് ഇടിച്ച് കയറ്റും. പിന്നെ അവിടെ തള്ളും താളവടി അല്ലാതെ ഒന്നുമില്ല. ഇനിയിപ്പോ നീലക്കുയിലല്ല, ഇനി ഏതൊക്കെ കളർ കുയിൽ ഇറങ്ങുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടതിന് ശേഷം റിവ്യൂ പറ. അടിപൊളിയാന്ന് കേട്ട്. ഇനിയിപ്പോ സിനിമ എല്ലാം അവൻ കണ്ടിട്ട് വരുന്നിടം വരുമ്പോൾ ചിലപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. അവൻ അണ്ണാക്കിലോട്ട് ക്യാമറ ഇടിച്ച് കയറ്റാൻ വേണ്ടി റിവ്യൂ അറിയണ്ടേ അതിന് വേണ്ടി. അല്ലെങ്കിൽ ഇവൻ വേറെ അവിടെ നിൽക്കുന്ന ആരെങ്കിലും അണ്ണാക്കിലോട്ട് ക്യാമറ ഇടിച്ച് കയറ്റും. എന്തായാലും നീലക്കുയിൽ ഇതൊക്കെയാ പരിപാടി. ആ വിഷ്ണു കേറിക്കോ. എനിക്ക് ഇവനെ കാണുമ്പോൾ മറ്റേ അവതാർ സിനിമയ്ക്കകത്ത് അന്യഗ്രഹ ജീവിയെ ഓർമ്മ വരുന്നത്. കാരണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് പറയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തേക്കണം. ബുള്ളറ്റ് ഓടിക്കാൻ പോകുന്നു അലിൻ ജോസ്. ഒരു സൈക്കിൾ ഓടിക്കാൻ പോലും കഴിവില്ലാത്തവൻ ബുള്ളറ്റ് ഓടിക്കാൻ പോകുന്നു. കണ്ടു നോക്കാം ആ ബുള്ളറ്റിന്റെ ഒരു അവസ്ഥയെ. എന്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കുക, വെള്ളം കൂടെ നശിപ്പിക്കുക. ഓ സ്റ്റാർട്ടായി. ഇനി നോക്കാം ഓടിക്കുമെന്ന്. ഗിയർ ഇടാതെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ആക്സിലേറ്റർ കൊടുത്തോണ്ടിരിക്കുന്നു. വണ്ടി മുമ്പോട്ട് പോകും. കൊള്ളാം. അടുത്തിരിക്കുന്ന പുള്ളി എന്തായാലും അലിൻ ജോസിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഗിയർ ഇട്ടാലേ വണ്ടി എന്തായാലും ഓടത്തുള്ളന്ന്. ചിലപ്പോ ഇപ്പൊ അത് കഴിഞ്ഞ് ചോദിക്കുമായിരിക്കും ഗിയർ ഏതാന്ന്. എന്തോ വിവരക്കേടൊക്കെയാണ്. താഴോട്ട് ഗിയർ ഇട്ടിട്ടുണ്ട്. ഓ എന്റെ മോനെ കഴിവ് തന്നെ. കുടുങ്ങി അങ്ങ് ചെന്നങ്ങ് അവിടെ നടത്തിക്കോ. അലിൻ ജോസ് ബുള്ളറ്റ് ഓടിച്ചേ. ഇതിന് ലൈസൻസ് ഉണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. എന്തായാലും അവിടെ നിന്നവരെല്ലാരും ഇവനെ ഒരേ സ്വരത്തിൽ ഊക്കുന്നുണ്ട്. ഇനി ഇറങ്ങിക്കോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോ. ഇനി അല്ലേ ഗിയറിട്ട് ഇനി അതിന്റെ അകത്തോട്ട് ഇടിച്ച് കയറ്റു. ഇനി ഓ എന്റെ മോനെ എന്തൊക്കെ വിവരക്കേടിരുന്ന് കാണിച്ചൊരു ആറ്റിറ്റ്യൂഡിന് ഒരു കുറവില്ല. അതാണ് അലിൻ ജോസ് പെരേറ. അടുത്ത അലിൻ ജോസ് പെരേറ തന്നെ പെനാൽറ്റി അടിക്കാൻ പോകും. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓ സീൻ അതെന്തോ ലാസ്റ്റ് ഇപ്പൊ കാണിച്ചേ സ്റ്റൈലാണോ അണ്ണ? ഇതെവിടാ? അയ്യോ കോളേജാണോ ഇത്? കോളേജിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഊക്കുവാണോ? അതുപോലും മനസ്സിലാവാത്ത അലിൻ ജോസ് പെരേറ. നീ എന്തുവാന്നോ ആ കോളേജിൽ നടക്കാൻ പോകുന്നത് നോക്കട്ടെ. ഓ
സ്റ്റൈലന്നെ എവിടെ ചെന്നാലും സ്റ്റൈല് വിട്ടൊരു കളിയില്ല. ഓ എന്റെ മോനെ സീൻ. കണ്ണാടിയൊക്കെ വെച്ച് ഇനി കോളേജിലോട്ട് കയറിയാ മതി. വാ നിറച്ച് ചൂക്ക് കിട്ടും ഇനി. എത്ര പേരാടാ കാണാൻ നിക്കുന്നേ. ഒരു ഇന്റർനെറ്റ് സെലിബ്രിറ്റി ആയ അലിൻ ജോസ് പെരേര കാണാൻ എന്തുമാത്രം സ്റ്റുഡൻസ് അവിടെ നിൽക്കുന്നത്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല, കാരണം പകുതിയെ കൂടുതൽ ആൾക്കാർ എന്നെ തൂക്കാൻ വേണ്ടി നിൽക്കുക. എന്റെ ശമ്പളം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഒരുപാട് ഇപ്പോ റിവ്യൂസ് തന്നെ 1.5 വർഷം നിർത്തിയിട്ട് ഇപ്പോ മാന്യമായിട്ട് ഇപ്പോ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എന്റെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ എന്താ 10,000 റുപ്പീസ് ആണ് എന്റെ ഒരു ദിവസത്തെ സാലറി എന്ന് വെച്ചാൽ ഈ പറയുന്ന 10,000 എത്ര പൂജ ഉണ്ടെന്ന് പോലും അവൻ അറിയത്തില്ല. 10,000 പറയാൻ വലിയൊരു ഇതാ. അയ്യോ ഇംഗ്ലീഷ് മാത്രമേ പറയത്തുള്ളൂ. 10,000 ബോഡിഗാർഡിന് എത്ര ശമ്പളം? 2,500 ബോഡിഗാർഡിന് 2,500 അവൻ ഇംഗ്ലീഷ് പറയാറില്ല. 10,000 മാത്രം. അത് കിട്ടുന്ന സാലറി ആയതുകൊണ്ട് അതിന്റെ മാത്രം ഇംഗ്ലീഷ് പഠിച്ചു വെച്ചേക്കുവാ. യവനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും 10,000 രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന ചില്ലറ കാര്യമൊന്നുമില്ല. അത് ഊക്ക് മേടിച്ചോണ്ട് മേടിക്കുന്നതെന്ന് വെച്ചാൽ നല്ല വലിയ കാര്യമാണ് അത്. എന്തായാലും പുള്ളിക്കാരന്റെ കഴിവ് എന്തായാലും ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നു. കാരണം വെച്ചാൽ ഊക്ക് മേടിച്ചോണ്ടല്ലേ പൈസ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓ ഇന്നവനെ കുത്തി കൊല്ലും. തോണ്ട അലിൻ ജോസ് ബാക്കിലോട്ട് ഇറങ്ങുന്നത് കഷ്ടം പേടിച്ച്. ആ കുഞ്ഞല്ലേ പേടിക്കും. ഓ സീൻ. എന്റെ എന്തൊരു ഓട്ടമാടാ. ഇവിടെ ഒരിടത്ത് നിക്കടാ. കഷ്ടോടാ പേടിച്ചോടുന്നോണ്ട്. അവന്റെ പുക കാണാൻ ഇന്ന് വിടത്തില്ലെന്നാ തോന്നുന്നത്. അവനെ ഓടിച്ചങ്ങ് ഉഗാണ്ട വരെ എത്തിച്ച്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എന്തോ നടന്നെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അത് കാണിക്കാം. വെയിറ്റ് ചെയ്യ്. ഓ കാണിക്കട്ടെ മതി. ഞാൻ കണ്ടായിരുന്നു. വലങ്കൈ ഇന്നലെ കണ്ടായിരുന്നു. ഓ അണ്ണന്റെ പവർ എന്തായാലും നമ്മളെന്തായാലും ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. വലത്തെ കൈയിലും ഇടത്തെ കൈയിലും മറ്റേ കൈയിലും സീനായിരുന്നു ഇന്നലെ. അണ്ണന്റെ ധൈര്യം എന്തായാലും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വാണം വിട്ടോലായിരുന്നു ഓടുന്നത്. അയ്യോ അവിടെ ഈ വാണത്തിന്റെ ഒക്കെ കാലിൽ എന്തിനാടാ വീഴാൻ പോകുന്നത്? അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഏതെങ്കിലും വാണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ അതിന്റെ ഒക്കെ കാലിലോട്ട് വീഴാൻ കുറെ എണ്ണം. അയ്യോ ഇത്ര ഒരു ആരാധന കണ്ടിട്ടുണ്ടോ? എന്താ പേര്? ജിസ്മോൻ. കണ്ടോ? സിനിമ എന്താ വർക്ക് ചെയ്യണേ? 150 രൂപയ്ക്ക് 500 രൂപ. പിന്നെ കൊള്ളാടമാരെ കൊള്ളാം. എന്തായാലും നിന്റെ ഈ ഒരു വീഡിയോയിൽ അഭിനയം കാരണം എന്തായാലും നിന്നെ എന്തായാലും സിനിമയിൽ എടുക്കും. പ്രൊഡ്യൂസർമാർക്ക് ഇപ്പൊ നടന്മാരെ തപ്പുക. നിനക്ക് എന്തായാലും ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും ഊക്ക് ഇങ്ങോട്ട് മേടിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇപ്പൊ ഇൻസ്റ്റയിൽ റീലിനകത്ത് വരുന്ന പുള്ളിക്കാരുടെ വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലത്തെ കനലിൽ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമല്ല. ഇത് ആരും സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അപ്പൊ അതിനൊക്കെ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ വീട്ടിൽ. ഒന്നാമത്തെ മഴയൊക്കെ ആയിരിക്കും. എന്തായാലും എല്ലാവരും വീഡിയോ ഇടുന്ന കാണും. അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. ടാറ്റ.